സംസ്ഥാനത്ത് വീണ്ടും ജീവൻ എടുക്കുന്ന കാട്ടാനക്കലിയാണ് വയനാട് മേപ്പാടി അട്ടമലയിൽ 24 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനെ കാട്ടാന കൊന്നു. ഏറാട്ടുകുണ്ട് സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമല പള്ളിക്ക് സമീപത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ച് വരുന്നതിനിടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. 3 ദിവസത്തിനിടെ ഇത് 3ാമത്തെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊഴിയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയാണ് ഈ അട്ടമല. ചൂരൽമലയിൽ നിന്നാണ് അട്ടമലയിലേക്ക് പോകുന്നത്. ഈ ഭാഗത്ത് വൈദ്യുതി വിളക്കുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഇപ്പോൾ വയനാടിന്റെ മലയോര മേഖലയിൽ നിന്ന് എന്നും ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന നെഞ്ചുലയ്ക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫെൻസിങ്, ട്രെഞ്ചിങ് എന്നൊക്കെ ഓരോ യോഗം കഴിഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒന്നും യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഹരിയ, തീർച്ചയായും തുടർച്ചയായി 2ാം ദിവസമാണ് വയനാട്ടിൽ നിന്നും ആന ചവിട്ടി അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന വാർത്ത വരുന്നത്. വയനാട് ചൂരൽമലയോട് ചേർന്ന് കിടക്കുന്ന അട്ടമല, അവിടെയുള്ള ഒരു കോളനിക്ക്, അവിടെ ഉന്നതി എന്ന കോളനിക്ക് താമസിച്ചിരുന്ന ഒരു ആദിവാസി യുവാവാണ് 27 വയസ്സുള്ള ബാലൻ അഥവാ ബാലകൃഷ്ണൻ. 27 വയസ്സുള്ള യുവാവാണ്, ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുന്ന വഴിയാണ്, രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്, ആക്രമണം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഈ വൈദ്യുതി വിളക്കുകൾ, ഈ ചുരൽമല ദുരന്തത്തിന് ശേഷം അവിടെ ഈ അട്ടമല പ്രദേശത്തൊക്കെ ദുരന്തബാധിത പ്രദേശങ്ങളാണ്. അവിടേക്ക് വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമാണുള്ളത്. അവിടെ പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, പുനഃസ്ഥാപിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാർ തലത്തിൽ എടുത്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള പ്രദേശത്താണ് നാട്ടുകാർ പല പരാതികളും ഉന്നയിച്ചതാണ്. കാട്ടാന ശല്യം, വൈദ്യുതി കൂടി ഇല്ലാതായതോടുകൂടി വന്യജീവികൾ തുടർച്ചയായി ഇറങ്ങുന്ന സാഹചര്യമൊക്കെയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമായിരിക്കാം ഇന്നലെയും ഉണ്ടായത്. ഇന്നലെ രാത്രിയും ഈ ബാലകൃഷ്ണൻ നേരിട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കടയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ആണ് ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നാട്ടുകാർ തന്നെ അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇങ്ങനെയൊരു ആക്രമണം രാത്രിയുടെ ഇരുട്ടിലും രാത്രിയിലുമൊക്കെ ഇങ്ങനെ മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യം ആളുകൾ അറിയാൻ പോലും കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാട്ടാനകൾ ഇറങ്ങി, വന്യജീവികൾ ഇറങ്ങി ആക്രമണ ഭീഷണി നേരിടുന്ന ഒരു കടുത്ത ഭീതിതമായ ഒരു സാഹചര്യത്തിൽ വയനാട്ടിലുള്ള ജനങ്ങൾ, മലയോരത്തുള്ള ജനങ്ങൾ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ദുരന്ത ദൃക്സാക്ഷ്യമായി മാറിയിരിക്കുകയാണ് ഈ ബാലകൃഷ്ണൻ്റെ മരണം എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നാട്ടുകാർ അറിയുന്നത്. ക്രൂരമായ രീതിയിൽ, അല്ലെങ്കിൽ മൃതദേഹത്തിന് വലിയ രീതിയിലുള്ള പരിക്കുകൾ, തലയിലും കാൽഭാഗത്തുമൊക്കെ വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ, ആ പ്രദേശത്തുള്ള നാട്ടുകാർ നമ്മുടെ പിന്നീട് പങ്കുവെക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും അവിടെ ഇപ്പോൾ നാട്ടുകാർ ഈ തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് തന്നെ പ്രത്യേകമായൊരു പരിഗണന നൽകണമെന്ന് കഴിഞ്ഞ അവിടെ ഈ പ്രത്യേക യോഗങ്ങളിലൊക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് വന്യജീവികൾ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംരക്ഷിക്കാൻ, സുരക്ഷിതമായി അവരെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ അവിടെ വലിയ രോഷം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇത് കൃത്യമായ വിശദീകരണവും മറുപടിയും ഒക്കെ കിട്ടിയിട്ട് മതി തുടർന്ന് നടപടികൾ എന്നുള്ള. ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഒക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഷഹീദിലേക്ക് മടങ്ങി വരാം. കമൽ, എനിക്ക് തോന്നുന്നു ഈ അപകടം നടന്ന, ആക്രമണം ഉണ്ടായ സ്ഥലത്തേക്ക് എത്തിയെന്ന് തോന്നുന്നു. കമൽ, ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഈ ദുരന്തബാധിത മേഖല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ എല്ലാവരെയും മാറ്റി പാർപ്പിച്ചില്ലേ? ആര്യ, ഈ ആദിവാസി കുടുംബങ്ങൾ, ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുടുംബങ്ങളാണ് വനത്തിനകത്തെ ഏറാട്ടുകുണ്ട് കോളനിയിൽ താമസിക്കുന്നത്. ദുരന്തത്തിന് ശേഷം അവരെ സമീപത്തെ പള്ളിയുടെ സമീപത്തുള്ള ക്വാർട്ടേഴ്സിലേക്കാണ് മാറ്റി താമസിപ്പിച്ചത്. അല്ലാതെ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടില്ല. അങ്ങനെ മാറാൻ അവർ തയ്യാറാവുകയുമില്ല. ഇവരുടെ ഒരു പ്രകൃതം അങ്ങനെയാണ്. വനമേഖല വിട്ട് പോകാൻ അവർ തയ്യാറാകില്ല. ഇത്തരത്തിലുള്ള ഇത് സമാനമായ മറ്റുണ്ടെങ്കിലും അവിടെ തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പരപ്പൻപാറ ഉന്നതിയിലേക്ക് മുൻപ് മാറ്റുന്നെങ്കിലും അവർ ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട്. അതേപോലെയാണ് ഇവരെയാണ് ഈ ഉന്നതിയിൽപ്പെട്ട ആളുകളെയാണ് വനംവകുപ്പ് ഏറാട്ടുകുണ്ട്, അട്ടമല ഏരിയകളിൽ താമസിക്കുന്ന ആദിവാസികൾ, അതോടൊപ്പം തന്നെ അവിടെ നേരത്തെ തന്നെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഭീഷണിയായിട്ട് കാട്ടാനയുടെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണെന്ന് കൂടിയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനെ തടയാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. വയനാട് ദുരന്തത്തിന് ശേഷം അട്ടമല പ്രദേശത്തും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലുമെല്ലാം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് മാറ്റി പാർപ്പിച്ചിട്ടുള്ളവർക്ക് ആണ് ഈ ഭീഷണി നേരിടേണ്ടി വരുന്നത്. വൈദ്യുതി ബന്ധം പോലുമില്ലാത്ത ഒരു പ്രദേശമായിട്ട് അട്ടമല മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ കൂടുതൽ പരിശോധനകൾ നടത്തി ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ മുമ്പ് വന്നിരുന്നു. എന്നാൽ അവയൊന്നുമേ ഉണ്ടാകുന്നില്ല എന്നതും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ്.
ഇന്നലെ ഇപ്പോൾ ഈ വയനാട് നിന്നും സംസ്ഥാനത്ത് 3 കാട്ടാന ആക്രമണത്തിൽ 3 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി പറഞ്ഞത് വന്യജീവി ആക്രമണങ്ങളെല്ലാം ജനവാസ മേഖലയിലല്ല എന്നുള്ളൊരു ന്യായീകരണമായിരുന്നു. പക്ഷേ ഇത് എസ്റ്റേറ്റ് ആണ്, ഇത് തേയിലത്തോട്ടമാണ്. അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടുന്നത്. ഇന്ന് 2 മണിക്ക് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതിൽ പല യോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ അതിൽ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാകുന്നില്ല. ഇംപ്ലിമെന്റേഷന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.